supportive. Our school feel like our second home. We don't just learning, but we learn life lessons. Our playground filled with happiness. Y se compra los modelos más modernos. Le gustaría vivir en Nueva York. My school is so nice. Macarena sueña con el Corte Inglés. Y se compra los modelos más modernos. Classrooms are full of trees. മിലാദ് ഷെരീഫ് മെമ്മോറിയൽ LP സ്കൂൾ ഇന്ന് വളർച്ചയുടെ പന്താവിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സമൂഹ നിർമ്മിതിയിൽ ഉജ്ജ്വല ശോഭയാൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന എത്രയോ അതുല്യ പ്രതിഭകളെ വാർത്തെടുത്ത് നാടിനായി ഇതിനകം സമർപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ വിദ്യാലയം. ഇനിയും മൂല്യാധിഷ്ഠിത സൽസ്വഭാവ സമ്പന്നതയാൽ അധിഷ്ഠിതമായ ഭാവി തലമുറയെ സൃഷ്ടിക്കുന്ന പ്രക്രിയയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു നാം. വിജ്ഞാനത്തിന്റെ ജ്യോതിസായി, അറിവിൻ നിറദീപമായി അനുസ്യൂതം വിഹരിക്കുന്ന വിദ്യാലയ വളർച്ചയുടെ കൽപ്പടവുകളിലൂടെ ഒരു നിമിഷം കണ്ണോടിക്കാം. സ്ഥാപിതം 1968 സ്ഥാപിത മാനേജർ ശ്രീ ഹസൻ കിച്ചേരിയിൽ. ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് അവർ സ്കൂൾ ഹാജി ഇബ്രാഹിം മൈദീൻ മുളാട്ട്. MSM ട്രസ്റ്റിനാൽ നയിക്കപ്പെടുന്ന ഈ വിദ്യാലയം പുരോഗമനത്തിന്റെ പാതയിൽ ദീപശിഖയായി അന്നും ഇന്നും ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക വൈജ്ഞാനിക മേഖലയിൽ കുട്ടികളുടെ വളർച്ചയ്ക്കും അഭിരുചിക്കും അഭികാമ്യമായ പ്രവർത്തനങ്ങൾ കൊണ്ട് വിദ്യാലയത്തെ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട മാനേജർ ശ്രീ MM യൂസഫ് സാർ പ്രൗഢഗംഭീരമായ പ്രവർത്തനങ്ങളാൽ വിജ്ഞാന വികസനത്തിൻ പാതയിൽ മുന്നേറാൻ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ MM സീതി സാർ അറിവിലും മൂല്യങ്ങളിലും അധിഷ്ഠിതമായ ഒരു പുത്തൻ തലമുറയെ ഈ നാടിന് സമർപ്പിക്കുവാനും എന്നും വിദ്യാലയ പുരോഗതിക്കായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീ MM അലി സാർ, മാറുന്ന ആശയങ്ങളെ സ്വാംശീകരിച്ച് നവീന ആശയങ്ങളെ മുറുകെ പിടിച്ച് മുന്നേറുന്ന ട്രസ്റ്റ് ട്രഷറർ ശ്രീ MM കുഞ്ഞുമുഹമ്മദ് സാർ, എന്നും വിജ്ഞാനത്തിൽ നിറദീപം വിദ്യാലയത്തിൽ സജ്ജമാക്കാൻ ശ്രമിക്കുന്ന ശ്രീ MM സലിം സാർ, 2007 മുതൽ ഈ സ്ഥാപനത്തിന്റെ ഹെഡ് മിസ്ട്രസ്സായി സ്ഥാനമേറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീമതി EM സൽമത്ത്, സജീവ സാന്നിധ്യത്താൽ നാടിന്റെ പുരോഗമനത്തിന്റെ പാതയിലേക്ക് ഉയർച്ചയിലേക്ക് നയിച്ച് നിസ്വാർത്ഥ സേവനം കാഴ്ചവെക്കുന്ന ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനായ MLA ശ്രീ മാത്യു കുഴൽനാടൻ, കരുത്തുറ്റ വ്യക്തിപ്രഭാവത്താൽ എന്നും വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജില്ലാ സാരഥിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KG രാധാകൃഷ്ണൻ സാർ, സജീവ സാന്നിധ്യത്താൽ സ്കൂളിന്റെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സീനത്ത് അസീസ്, വിജ്ഞാന മേഖലയിൽ മികവ് തെളിയിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനീയായ AO ശ്രീമതി ജയശ്രീ വീട്ടി, സൂപ്രണ്ട് ശ്രീമതി രേഖാചന്ദ്രൻ, BRCയുടെ സാരഥി BPO ശ്രീമതി ആനി ടീച്ചർ, പ്രിയ ട്രെയിനേഴ്സ് ജിനു സാർ, അഹല്യ ടീച്ചർ, നിഷ ടീച്ചർ, 600-ൽ പരം കുട്ടികളും 20 എയ്ഡഡ് അധ്യാപകരും 5 KG അധ്യാപകരും 5 ഹെൽപ്പേഴ്സും 2 പാചകക്കാരും 3 ഡ്രൈവേഴ്സും 1 പറ്റം നിസ്വാർത്ഥരായ PTA MPTA അംഗങ്ങളും ഈ സ്ഥാപനത്തിന്റെ മുതൽക്കൂട്ടാണ്. ഇന്ന് നാം ഏറെ സന്തോഷത്തിലാണ്. നമ്മുടെ സ്ഥാപനത്തിന്റെ 58ാമത് വാർഷിക ദിനമാണ്. ഒപ്പം നമ്മുടെ കുട്ടികളുടെ വിവിധ പ്രോഗ്രാമുകളുടെ അവതരണ ദിനവുമാണ്. ഈ ധന്യ നിമിഷത്തിൽ നമ്മുടെ കുട്ടികൾ ഈ അധ്യയന വർഷം നടത്തിയ വിവിധ പഠന പ്രവർത്തനങ്ങളുടെ ദൃശ്യാവിഷ്കാരം ഫ്യൂഷൻ 2K26ലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സമർപ്പണം. ഇന്നും യുദ്ധത്തിന്റെ ഭീകരത കെട്ടടങ്ങാതെ ഏതു നിമിഷവും പിറന്ന മണ്ണിനെ വിട്ടു പോകാൻ നിർബന്ധിതമായിട്ടും സ്വജീവൻ ബലി നൽകി പിറന്ന മണ്ണിനായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഗസ്സതൻ മക്കൾക്കായി സമർപ്പിക്കുന്നു ഈ വർഷത്തെ ഡോക്യുമെന്ററി ഫ്യൂഷൻ 2K26. മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് 2025 അധ്യയന വർഷ പ്രവർത്തനങ്ങളിലേക്ക് കരുത്തുറ്റ മാനേജ്മെന്റും ആത്മാർത്ഥത നിറഞ്ഞ PTA MPTA പ്രതിനിധികളുടെയും ഊർജ്ജസ്വലരായ അധ്യാപക അനധ്യാപകരുടെയും ഒത്തൊരുമയുടെ വിജയമായിക്കൊണ്ട് ഗ്ലോഗല 2K25 57ാമത് വിദ്യാലയ പ്രവിദിനം കുട്ടികളുടെ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകളുമായി ആഘോഷിച്ചു. നിരന്തരം അറബിക് കലോത്സവ വേദിയിൽ ഓവറോൾ ഫസ്റ്റ് നേടിക്കൊണ്ട് നമ്മുടെ അറബിക് ടീം മൂവാറ്റുപുഴ ഉപജില്ലാതല മത്സരത്തിൽ അഭിമാന തിളക്കത്തോടെ MSM സ്പോർട്സ് ടീം ജനറൽ കലോത്സവ വേദിയിലും മികവ് തെളിയിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾ മികച്ച വിജയത്തിളക്കത്തോടെ സോഷ്യൽ ഫെയർ നമ്മുടെ LSS വിന്നേഴ്സ്
മാത്സ് ഫെയറിൽ മാഗസിൻ ക്വിസ് മത്സരങ്ങളിൽ ഉപജില്ലാതല ഫസ്റ്റ് നേടിയ മാത്സ് ടീം. സ്കൂൾ തല മാത്സ് ക്വിസിൽ 1ാം സ്ഥാനം നേടിയ ഹിബ ഫാത്തിമ സ്കൂളിന്റെ സ്കൂൾ ലീഡർ എന്ന പദവി അലങ്കരിക്കുന്നു. വിജയ തിളക്കത്തോടെ വർക്ക് എക്സ്പീരിയൻസ് ടീം. അവർ വിദ്യാരംഗം ടീം. CH പ്രതിഭ ക്യൂസ്. സ്കൂൾ തല വിജയം മുതൽ ഉപജില്ല ജില്ലാ തലത്തിൽ ഫസ്റ്റ് നേടുകയും സംസ്ഥാന തലത്തിൽ 4ാം സ്ഥാനം നേടുകയും ചെയ്ത ശ്രീലയയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അലിഫ് ടാലന്റ് എക്സാം സബ് ജില്ലയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ മുഹമ്മദ് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സ്കൂൾ തല പ്രവർത്തനങ്ങളെ ഊർജിതമാക്കാൻ വിവിധ ക്ലബ്ബുകൾ: സയൻസ് ക്ലബ്, മാത്സ് ക്ലബ്, ഹെൽത്ത് ക്ലബ്, സോഷ്യൽ ക്ലബ്. അവർ സ്കൂൾ ലീഡേഴ്സ്, ബെസ്റ്റ് ഇംഗ്ലീഷ് സ്റ്റുഡൻസ്, അവർ ക്ലാസ് ഫസ്റ്റ് സ്റ്റുഡൻസ്, അവർ ക്ലാസ് ലീഡേഴ്സ്, ബെസ്റ്റ് സ്റ്റുഡൻസ്, അവർ PTA മെമ്പേഴ്സ്. വിജ്ഞാനത്തിൻ ജാലകത്തെ പഠനോപകരണ വൈവിധ്യത്താൽ അലങ്കരിച്ച് നിറച്ചാർത്തു നൽകി വേറിട്ട പഠനാനുഭവത്തിൻ മാതൃകയായി കഴിഞ്ഞ 3 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവർ മോണ്ടിസോറി ക്ലാസ്. പ്രവേശനോത്സവം 2K25 ഒന്നിച്ചൊന്നായി ഒന്നാവാം എന്ന പ്രമേയത്തിൽ അധിഷ്ഠിതമായി പുതിയ അധ്യയന വർഷം ആരംഭം കുറിച്ചു. ബഹുമാനപ്പെട്ട മാനേജ്മെന്റ് പ്രതിനിധികളും PTA MBTA അംഗങ്ങളും അധ്യാപകരും അടങ്ങുന്ന ചടങ്ങ് ഏറെ സന്തോഷദായകമായിരുന്നു. ജൂൺ 5 പരിസ്ഥിതി ദിനം. നാം ജീവിക്കുന്ന ചുറ്റുപാടിനെ അറിയാൻ, അതിനെ സംരക്ഷിക്കാൻ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി ദിനം ആചരിക്കുകയുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MS അലിയാർ സ്കൂൾ പരിസരത്ത് വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ശ്രീ EM ഷാജി വിജ്ഞാനപോഷണി ഗ്രന്ഥശാലയിൽ വച്ച് കുട്ടികളും അധ്യാപകരും മാനേജ്മെന്റ് പ്രതിനിധികളും അടങ്ങുന്ന ചടങ്ങിൽ ജൂൺ 19 വായനാ ദിന പരിപാടികൾ ഔദ്യോഗികമായി ഇനാഗുറേറ്റ് ചെയ്തു. ലഹരി തൻ മാഫിയയുടെ പിടിയിൽപ്പെട്ട് ജീവിതം ദുസ്സഹമാകുന്ന ഒട്ടനവധി കുടുംബങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളർന്നു വരുന്നു. ഈ അവസ്ഥ മാറ്റണം. ബോധവൽക്കരണം ഊർജിതമാക്കണം. സംസ്ഥാന ഗവൺമെന്റിനൊപ്പം തന്നാൽ കഴിയുന്ന വിധം പോസ്റ്റർ, പ്ലക്കാർഡ്, പതിപ്പുകൾ എല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുട്ടികൾ വിദ്യാലയാങ്കണത്തെ ശബ്ദമുഖരിതമാക്കി. കഥകളുടെ സുൽത്താൻ പച്ചയായ ജീവിതത്തിന്റെ ആവിഷ്കരണം. തന്റെ തൂലികയാൽ ജനഹൃദയ സ്പന്ദനമായി മാറിയ കഥാപാത്രങ്ങളാൽ സാഹിത്യ ലോകത്തെ അണിയിച്ചൊരുക്കിയ സാമ്രാട്ട്. ജൂലൈ 5 ആ പാവന സ്മരണയ്ക്ക് മുമ്പിൽ കൈകോർത്ത് ഒരു നിമിഷം വിദ്യാലയം. ചുവപ്പ് വർണ്ണത്താൽ വിദ്യാലയ തിരുമുറ്റം നിറഞ്ഞു നിന്ന ദിനം. ജൂലൈ 18 കളേഴ്സ് ഡേ. ചാന്ദ്രോത്സവത്തെ കൂടുതൽ വിജ്ഞാനപ്രദമാക്കാനായി റിട്ടയർഡ് പ്രൊഫസർ KK ഭാസ്കരൻ മാഷിന്റെ ക്ലാസോടെ ആരംഭിക്കുകയും കുട്ടികളുടെ നിർമ്മാണ പാഠവത്താൽ തയ്യാറാക്കിയ പ്ലക്കാർഡുകൾ, പോസ്റ്ററുകൾ, തൊപ്പി നിർമ്മാണം എല്ലാം ചാന്ദ്രദിനത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായകമായി. ജൂലൈ 28 ഫ്രൂട്ട്സ് ഡേ. സാലഡ് പ്രിപ്പറേഷൻ, ഫ്രൂട്ട്സ് മോഡൽ മേക്കിംഗ്. വൈവിധ്യമാർന്ന പോഷക ഗുണത്താൽ സമ്പുഷ്ടമായ ഫ്രൂട്ട്സ് എക്സിബിറ്റ് ചെയ്തും ഫ്രൂട്ട്സ് ഡേ മനോഹരമാക്കി. യുദ്ധത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന സമകാലീന സംഭവങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. വളരെയധികം പുരോഗമനാത്മകമായി ജീവിച്ച ഒരു ജനത ഒരു നിമിഷം കൊണ്ട് ഒന്നുമല്ലാതായി തീർന്ന ദാരുണാവസ്ഥ. എന്നാൽ ഇന്ന് സ്വപ്രയത്നത്താൽ ആ രാജ്യം വീണ്ടും ഉയർന്നു വന്നിരിക്കുന്നു എന്ന് ഏറെ അഭിമാനത്തോടെ നമുക്ക് ഒരു നിമിഷം സ്മരിക്കാം. ഹിരോഷിമ നാഗസാക്കി ദിനം ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് യുദ്ധത്തിന്റെ അതിഭീകരത. പാടത്തും പറമ്പിലും പണിയായുധങ്ങളുമായി നിറഞ്ഞ് നാടൻ പാട്ടിൽ താളത്തിൽ കൃഷിയിടങ്ങളെ സജീവമാക്കിയ ജനത ഇന്നെവിടെ? പോയ കാലത്തേക്കും നമ്മുടെ അടിസ്ഥാന കൃഷിരീതിയിലേക്കുമുള്ള ബോധവൽക്കരണമായിരുന്നു ചിങ്ങം 1 കർഷക ദിനത്തിൽ. ഫ്രീഡം ഫൈറ്റേഴ്സ് മാഗസിൻ പ്രകാശനം ചെയ്തുകൊണ്ട് വീണ്ടും ഒരു സ്വാതന്ത്ര്യദിന പിൻപുലരി. തത്സമയ പാരന്റ്സ് ക്വിസ് മത്സരം, സ്വാതന്ത്ര്യദിന സ്മരണ ഉണർത്തുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിന സ്മരണയിലേക്കും നമ്മുടെ നാടിനായി സ്വജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളെ സ്മരിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും വേദിയായി ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന പ്രോഗ്രാമുകൾ. ടീച്ചർ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ 2025-26 അക്കാഡമിക് ഇയറിലെ PTA പബ്ലിക് മീറ്റിംഗ്, ഓണാഘോഷ പരിപാടികളെ സജീവമാക്കാനായി മെഗാപൂക്കളം, സദ്യ, കസേരകളി, വടംവലി മത്സരം ദൃശ്യത്തിലൂടെ. ജില്ലാ സബ് ജില്ലാ തലത്തിൽ കുട്ടികളെ ഏറ്റവും മികച്ച സർഗാത്മക പ്രകടനം കാഴ്ചവെക്കാൻ അണിയിച്ചൊരുക്കിയ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ.
ഒക്ടോബർ 1 ലോക വയോജന ദിനത്തിൽ കുട്ടികളെ ഗ്രാൻഡ് പാരന്റ്സിനെ കുറിച്ച് അവയർനെസ് നൽകുന്നതിന് വേണ്ടി നബീസ ഇത്തയെ ആദരിച്ച് സ്പെഷ്യൽ അസംബ്ലി. കുട്ടികൾ തങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സുമൊത്തുള്ള ഫോട്ടോ നിർമ്മിച്ചും ആശംസാ കാർഡുകൾ തയ്യാറാക്കിയും ഇന്നേ ദിനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കി. രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ജന്മദിനത്തിൽ സംഘടിപ്പിച്ച റാലി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന് ഉണർത്തിയ ആ മഹാത്മാവിന്റെ സ്മരണയ്ക്ക് മുന്നിൽ അണിനിരന്ന കുട്ടികൾ റാലി തൻ മുദ്രാഗീതത്തിലൂടെ. ഒക്ടോബർ 10 ലോക തപാൽ ദിനത്തിൽ തപാൽ ഓഫീസ് വിസിറ്റ് ചെയ്തും വീട്ടൂർ പാർക്കിലേക്കും സ്റ്റാൻഡേർഡ് 3 കുട്ടികൾ കടന്നു ചെന്നപ്പോൾ രുചി വൈവിധ്യത്താൽ സമ്പുഷ്ടമായ വിവിധ വിഭവങ്ങൾ എക്സിബിറ്റ് ചെയ്ത് ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം ആചരിച്ചപ്പോൾ കേരള മാതൃകയിൽ അണിനിരന്നും കേരളീയ വേഷം ധരിച്ചും പതിപ്പ് തയ്യാറാക്കിയും കേരള പിറവി ദിനം നവംബർ 1 കുട്ടിച്ചാച്ചാജിമാരായി വേഷമണിഞ്ഞും ശിശുദിന ഗാനം ആലപിച്ചും എല്ലാ കുട്ടികളും തയ്യാറാക്കിയ പതിപ്പുകൾ പ്രദർശിപ്പിച്ചും ഈ വർഷത്തെ ശിശുദിനം. കുരുന്നു പ്രതിഭകൾ അണിനിരന്ന കിഡ്സ് ഫെസ്റ്റ് 2K25 കിഡീസ് പാർക്ക് ഏറെ വർണ്ണവൈവിധ്യം നിറഞ്ഞ മിന്നും പ്രകടനം കാഴ്ചവെച്ച കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു സുനിൽ കൈമൾ സാർ. ഇംഗ്ലീഷ് ഫെസ്റ്റ് 2025 ഏറെ അറിവും അതിലേറെ ഉല്ലാസവും പകർന്നുകൊണ്ട് നടത്തിയ ഡ്രീം വേൾഡ് അതിരപ്പള്ളി തുമ്പൂർ മൊഴി ഡാം പഠനയാത്ര. ഡിസംബർ 18 വേൾഡ് അറബിക് ഡേ. കൂടുതൽ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ ഇന്നേ ദിവസം സ്പെഷ്യൽ അറബിക് അസംബ്ലി സംഘടിപ്പിച്ച് അക്ഷരക്കൂട്ടം അറബിക് മാഗസിൻ എക്സിബിറ്റ് ചെയ്ത് വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ ആഘോഷദായകമാക്കി. സാന്താക്ലോസ് അപ്പൂപ്പനായി വേഷമിട്ടും ചുവന്ന വർണ്ണത്താൽ അലങ്കരിച്ച വേഷവിധാനങ്ങൾ അണിഞ്ഞും പരസ്പരം ഗ്രീറ്റിംഗ്സ് കൈമാറിയും ക്രിസ്മസ് ആഘോഷത്തെ സജീവമാക്കി. ആശംസാ കാർഡുകൾ കൈമാറിയും ന്യൂ ഇയർ ഗാനത്താൽ ചുവടുകൾ വച്ചും കേക്ക് വിതരണം നടത്തിയും പുതുവർഷത്തിന് വരവേൽപ്പ് നൽകി. ഏറെ വളർന്നു ഈ ലോകത്തിന്റെ ആധുനികത എന്ന് നാം പറയുമ്പോഴും തിരക്കുകളും ജീവിതയാത്രയിലെ ഭാരവും കാരണം പലപ്പോഴും മുഖത്തെ ചിരി മാഞ്ഞു പോകുന്നു നാം അറിയാതെ. ജനുവരി 10 ചിരി ദിനത്തിൽ നമ്മുടെ കുട്ടികൾ ഒരുമിച്ചപ്പോൾ നമ്മുടെ KG സെക്ഷൻ കുട്ടികളുടെ ചിറ്റിലപ്പള്ളി ഭാഗത്തേക്കുള്ള പഠനയാത്ര അനുഭവങ്ങളിൽ നിന്ന് രക്ഷകർത്താക്കളുടെ വേദിയായ ക്ലാസ് PTA ജനുവരി 17 നടത്തപ്പെടുകയുണ്ടായി. സ്പീച്ച് ഫൗണ്ടേഷൻ ചെയർമാൻ, മോട്ടിവേഷൻ സ്പീക്കർ എന്നീ നിലകളിൽ ഒട്ടനവധി പ്രാഗൽഭ്യം തെളിയിച്ച മഹത് വ്യക്തിത്വം ശ്രീ KK നാസർ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് മുന്നേറുന്നു നമ്മുടെ രാജ്യം. ജനുവരി 26 റിപ്പബ്ലിക് ഡേ ആഘോഷം രാജ്യമെങ്ങും ആഘോഷിക്കപ്പെട്ടു. ഈ ദിനത്തിൽ നമ്മുടെ വിദ്യാലയത്തിലും ഡോക്ടർ അംബേദ്കർ സ്മരണ ഉൾപ്പെടെ മഹത് വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്താൽ നടത്തിയ റിപ്പബ്ലിക് ദിന ചടങ്ങുകൾ ബഹുമാന്യയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സീനത്ത് അസീസ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. 58 വർഷം ഈ നാടിന് അഭിമാനപൂരിതമായ വർഷമാണ്. ഈ നാടിനെ അക്ഷരത്തിൽ ജ്വാല കൊണ്ട് ധന്യമാക്കിയ വർഷങ്ങൾ. MSM മാനേജ്മെന്റിന്റെ അക്ഷീണ പ്രവർത്തനം വാക്കുകൾക്കതീതമാണ്. ഈ ധന്യ നിമിഷത്തിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് പ്രിയ മാനേജ്മെന്റിന്. ഒരേ സമയം അധ്യാപികയായും ഒപ്പം രക്ഷിതാവായും കൊണ്ട് വിദ്യാലയത്തിലെത്തുന്ന ഓരോ കുരുന്നിനും ആദ്യാക്ഷരങ്ങൾ പകർന്ന് അടിസ്ഥാന ജീവിത മൂല്യങ്ങൾ പകർന്നും മാതൃകയായി നിൽക്കുന്ന പ്രിയ അധ്യാപകർക്ക് നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. വിദ്യതൻ ആദ്യപാഠം ചൊല്ലിക്കൊടുക്കുന്ന KG ടീച്ചേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. IT മേഖലയിൽ പ്രവർത്തനം മികവ് പുലർത്താൻ കുട്ടികളെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ ടീച്ചേഴ്സിനും പോഷക സമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി സാരിമ സുബൈർ, ശ്രീമതി നിഷമോൾ എന്നിവർക്കും ഹെൽപ്പേഴ്സിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്കൂൾ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം വളരെ സൂക്ഷ്മമായി കൊണ്ടുപോകുന്ന ഡ്രൈവേഴ്സിന് നന്ദി അറിയിക്കുകയാണ്. സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററായി പ്രവർത്തിച്ചുകൊണ്ട് നിസ്വാർത്ഥ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീമതി താഹിറ റിയാസിനും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സ്കൂൾ തല പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന PTA, MBTA, PTA പ്രസിഡന്റ്, PTA അംഗങ്ങൾ എല്ലാവർക്കും നന്ദി അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്നും രക്ഷകർത്താക്കൾ കുട്ടികളെ മുൻനിരയിലെത്തിക്കാൻ അധ്യാപകരോടൊപ്പം നിലകൊള്ളുന്നു. ഈ വേളയിൽ പ്രത്യേകം നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ വർഷം ഗ്രാമീൺ ബാങ്ക് മൂവാറ്റുപുഴയും അധ്യാപകരും ചേർന്ന്
നല്ലൊരു സൗണ്ട് സിസ്റ്റം നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരുക്കാൻ സാധിച്ചു. ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ ഡോക്യുമെന്ററിയുടെ അണിയറ ശില്പികളായ ശ്രീ മുഹമ്മദ് കുട്ടി സർ, ഫജർ സാദിഖ് സാർ, സീന പരീത് ടീച്ചർ, ഷീജ മോൾ ടീച്ചർ എന്നിവർക്ക് നന്ദി അറിയിക്കുന്നു. 2025-26 അധ്യയന വർഷത്തിലെ പഠന പ്രവർത്തനത്താൽ അലങ്കൃതമായ ഈ ഡോക്യുമെന്ററി ഫ്യൂഷൻ 2K26 ഇവിടെ സമാപിക്കുകയാണ്. ഏവർക്കും നന്ദിയും സ്നേഹാദരവും അറിയിക്കുന്നതോടൊപ്പം ഫ്യൂഷൻ 2K26ലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ടും കുട്ടികളുടെ പ്രോഗ്രാം ആദ്യാവസാനം വീക്ഷിക്കണമെന്നും പ്രോത്സാഹിപ്പിക്കണമെന്നും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.